നമസ്തേ, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. LDF വരും, എല്ലാം ശരിയാകും. പൊതുജനം വന്നു, പോളിംഗ് ബൂത്തിലെത്തി, വോട്ട് രേഖപ്പെടുത്തി. ഒടുവിൽ ജനം എല്ലാം ശരിയാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് പല ചെങ്കോട്ടകളും. ഭരണവിരുദ്ധ വികാരം കയ്യാളിയ തെരഞ്ഞെടുപ്പിൽ UDF ലഭിച്ചതാകട്ടെ നേരിയ മുൻകൈ. ഒപ്പം തലസ്ഥാനത്തേക്ക് വന്നാൽ അവിടെ BJP അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. പലയിടങ്ങളിലും, പല ചെങ്കോട്ടകളിലും, പല നീലക്കോട്ടകളിലും മനോഹരമായ താമര പുഷ്പങ്ങൾ വിരിഞ്ഞു. നമുക്ക് നോക്കാം ഈ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. ആദ്യം പോകുന്നത് വീണയിലേക്കാണ്. സംസ്ഥാനത്ത് ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് NDA. ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും വൻ കുതിച്ചുകയറ്റമാണ് BJP നടത്തിയത്. 40 വർഷത്തെ തിരുവനന്തപുരം നഗരസഭയിലെ ഇടതുവലത് ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 50 സീറ്റുകൾ BJP നേടിയത്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഒരു ചരിത്ര വിജയം തന്നെയാണ് NDA സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ആ രത്ന ചുരുക്കം? അശ്വതി, അങ്ങനെ തലസ്ഥാനത്ത് താമര വിരിഞ്ഞിരിക്കുകയാണ്. 40 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള വൻ വിജയമാണ് BJP ഇതോടുകൂടി കരസ്ഥമാക്കിയിരിക്കുന്നത്. മാറാത്തത് മാറി, അനന്തപുരി ഇനി വികസിത അനന്തപുരിയാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി എന്നുള്ളതാണ്. ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇടതുപക്ഷമടക്കം ഉയർത്തിക്കൊണ്ടുവന്ന പ്രഖ്യാപനങ്ങൾ എന്നാൽ തുടർ ഭരണം തദ്ദേശ ഭരണത്തിൽ ഉണ്ടാകും, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നിലനിർത്തുമെന്നുള്ള അവകാശവാദങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ പൊതുജനങ്ങൾക്കറിയാമായിരുന്നു എന്താണ് വേണ്ടതെന്നുള്ളത്. കൃത്യമായി തലസ്ഥാനത്തെ പല ജനകീയ വിഷയങ്ങളും നമ്മൾ ഇതിനു മുമ്പ് തന്നെ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പൊതുവിഷയങ്ങളിലടക്കം തിരുവനന്തപുരത്തെ നഗരസഭകളിലടക്കം ഈ മെമ്പർമാരുടെ, അതായത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇടത് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് ജനകീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. അതിനുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സ്വർണ്ണക്കവർച്ചാ വിഷയം, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ വിഷയം, അത് ജനങ്ങൾ ബോധ്യപ്പെട്ട കാര്യമാണ്. വാസ്തവം ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. അതിന്റെ കനത്ത പ്രഹരമാണ് CPM-നേറ്റത്. കോൺഗ്രസിനകട്ടെ നേരിയ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്, ഒപ്പം തന്നെ പടലപ്പിണക്കങ്ങൾ, അത് തിരിച്ചടിക്ക് വലിയ കാരണമായി എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിലെ 50 വാർഡുകൾ പിടിച്ചടക്കി എന്നുള്ളതാണ്. ഭരണം നിലനിർത്തിയ വാർഡുകളുണ്ട്, അട്ടിമറി വിജയം നേടിയ വാർഡുകളുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിലടക്കം വൻ വിജയം BJP സ്വന്തമാക്കി എന്നുള്ളതാണ്. കഴക്കൂട്ടത്തെ സ്ഥിരം വാർഡുകളായിരുന്ന, അതായത് സൈനിക സ്കൂള്, ചന്തവിള, അതുപോലെ തന്നെ ഞാണ്ടൂർ കോണം, മണ്ണന്തല, ഈ ഭാഗങ്ങളിലൊക്കെ BJP ചരിത്ര വിജയം കുറിച്ചു എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളൊക്കെ CPM-ഉം കോൺഗ്രസും ഒക്കെ മാറി മാറി. തീർച്ചയായും വീണ, സംസ്ഥാനത്ത് ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് NDA. വീണ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തലസ്ഥാനത്തെ ഒരു പരാജയം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത് സ്വയം വരുത്തിവെച്ച ഒരു മാനഹാനിയല്ലേ CPM? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ അടിയൊഴുക്കുകൾ, അതായത് ഇടത് കോട്ടകളിലെ അടിയൊഴുക്കുകൾ തിരിച്ചറിയാൻ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമിത ആവേശത്തിലായിരുന്നു CPM ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അതിൽ ദാർഷ്ട്യത്തോടുള്ള നിലപാടുകൾ എടുക്കുക, പൊതുജനങ്ങൾക്കിടയിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാതിരിക്കുക. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം, ഈ ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെയാണ് മുൻ മേയറായ ആര്യ രാജേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് മുൻ കൗൺസിലർ ഗായത്രി ബാബു കൂടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പാർട്ടി സഖാക്കൾക്ക് തന്നെ അറിയാം അവർക്കുണ്ടായ വീഴ്ചകൾ, ആ വീഴ്ചകൾ തിരിച്ചറിയാതെ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാത്തത് തന്നെയാണ് അവർക്ക് തിരിച്ചടിക്ക് കാരണമായതെന്ന് അവർക്കും ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, പല വാർഡുകളിലും സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സിറ്റിംഗ് സീറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇത്തരത്തിൽ കോർപ്പറേഷനിലെ ഭരണം മേയർ ആര്യ രാജേന്ദ്രനെയൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന സഹാക്കളൊക്കെ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻ മേയറാണ്, ആ മേയർ തന്നെയാണ്, മേയറെ മുഖമാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിലെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പിന് പ്രചാരണം നടത്തേണ്ടത് CPM. എന്നാൽ ഒരിടത്തും മേയർ ആര്യ രാജേന്ദ്രനെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അവസാന ദിവസം കൊട്ടിക്കര ആശുപത്രി പോലും മേയർ എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മേയറെ കാണാനില്ലാതെ, അതുപോലെ തന്നെയാണ് നിരവധി വാർഡുകളിലെ ജനകീയ വിഷയങ്ങൾ, പിന്നെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല, ആ പദ്ധതിയിൽ നിന്ന് 2000 രൂപ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ചില മെസ്സേജുകളും ഒക്കെ സഹാക്കൾ വഴി സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടത്തിയെങ്കിലും ആ പൊള്ളയായ വാഗ്ദാനങ്ങളാണ്, വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന വാഗ്ദാനങ്ങളാണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിജയമാണ്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് മാത്രം കണ്ടുകൊണ്ടല്ല, BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം ജനകീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ്, ജനക്ഷേമ പദ്ധതികൾ നാട്ടിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. അതായത് പൊതുജനങ്ങളിൽ നിന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ, അതായത് ഭരണത്തിലേറുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വികസനങ്ങൾ നാട്ടിൽ നടപ്പാക്കുമെന്നുള്ളതാണ്. വികസിത അനന്തപുരി എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചു. അനന്തപുരിക്ക് എന്താണ് അത് തന്നെയാണ് സംസ്ഥാനത്ത് ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുന്നു NDA. 4.5 പതിറ്റാണ്ട് നീണ്ട ആ ഇടത് ഭരണത്തിൽ മടുത്ത ജനം NDA വിജയ